നമുക്കറിയാം ജർമ്മനിയിൽ രണ്ട് സെറ്റ്സ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റി ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. നമുക്ക് നെഗറ്റീവ് വശം എന്ന് പറയാൻ പറ്റില്ല. പബ്ലിക് ഫ്രീ ആയതുകൊണ്ടാണ് ജർമ്മനിയിലെ പ്രൈവറ്റ് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യാത്തത്. പല ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയുമില്ല. പല സ്ഥലത്തുനിന്നും കേട്ട റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ആക്ച്വലി ഐ സേ വി വർ ഫോഴ്സ്ഡ് ടു ഡു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഫോർ ദം. മിക്കവരുടെ കാഴ്ചപ്പാട് അതായിരുന്നു. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ആൾക്കാരാണ് ചൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മനസ്സിലാക്കിയ മാർക്കറ്റിൽ ഒരുപാട് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇതിനൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽ സെറ്റ് നമുക്കുണ്ട്. നമുക്കറിയാം ജർമ്മനിയിൽ രണ്ട് സെറ്റ്സ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റി ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. നമ്മൾ എൻമൈൻസ് ബേസിക്കലി സ്പെസിഫിക് ആയിട്ട് നോക്കുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്. പക്ഷേ ആരും എക്സ്പ്ലോർ ചെയ്യാത്തതെന്ന് വെച്ചാൽ ആരുമല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് വശം പോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എല്ലാവരും കാണുന്നുണ്ട്. എങ്ങനെയാണ് അത് എൻമൈൻസ് അത് അപ്രോച്ച് ചെയ്യുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കേസ് നോക്കുമ്പോൾ? നമുക്ക് നെഗറ്റീവ് വശം എന്ന് പറയാൻ പറ്റില്ല. പബ്ലിക് ഫ്രീ ആയതുകൊണ്ടാണ് ജർമ്മനിയിലെ പ്രൈവറ്റ് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യാത്തത്. പിന്നെ ലാംഗ്വേജ് ഒരു ബാരിയർ ആണല്ലോ. പക്ഷേ എൻമൈൻസ് ഞാൻ പറഞ്ഞ പോലെ സ്പെസിഫിക്കലി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. റീസെൻ്റ് ആയിട്ട് നമ്മൾ കുറച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കും കൂടെ സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ആക്ച്വലി 1-2 കാരണങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി 1-2 സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വന്ന് അവരുടെ വിസ റിജക്റ്റ് ആയിട്ട് വന്നതാണ്, ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, വിസ റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ മോട്ടിവേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുട്ടി വന്നു. ആ കുട്ടിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടിയും പഠിച്ചത്, ആ കുട്ടി എനിക്ക് തോന്നുന്നു BSc ഫിസിക്സ് എങ്ങാനും പഠിച്ചതാണ്. ആ കുട്ടിക്ക് എടുത്തു കൊടുത്തത് ഗ്ലോബൽ MBA എങ്ങാനും, ഒരു ബന്ധമില്ലാത്ത കോഴ്സാണ്. എന്നിട്ട് അതിൻ്റെ വിസ ത്രൂ ആക്കുക എന്ന് പറയുന്നത് ദാറ്റ് റിക്വയർസ് എ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, റൈറ്റ്? അങ്ങനെയാണ് ആ കുട്ടി എൻ്റെ അടുത്ത് വരുന്നത്. ആൾക്ക് വിസ കിട്ടി. ആൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളുടെ കെയർ ഓഫിൽ ഒരു 10-15 ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നു. സാർ ഒന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും സം സ്പെസിഫിക് ഏജൻസിയുടെ അടുത്ത് പോയതായിരുന്നു. അവർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡൻസിൻ്റെ അടുത്ത് 1.5 ലക്ഷം രൂപ എങ്ങനെയാണ് ചാർജ് ചെയ്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ വെറുതെ ഒരു ക്വയറി ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതിന് ഫീസൊന്നും ഇല്ല, ഐ മീൻ പ്രോസസ്സിംഗ് ഫീസ് ഇല്ലല്ലോ. പബ്ലിക്കിലേക്കുള്ള കോംപ്ലിക്കേഷൻ ഒന്നും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാനില്ലല്ലോ. അപ്പം ഈ സ്റ്റുഡൻസിന് പല ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. പല സ്ഥലത്തുനിന്നും കേട്ട റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ആക്ച്വലി ഐ സേ വി വർ ഫോഴ്സ്ഡ് ടു ഡു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഫോർ ദം. അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ചെയ്യാം. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്ന് വെച്ചാൽ മിക്കവരുടെ കാഴ്ചപ്പാട് അതായിരുന്നു. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ആൾക്കാരാണ് ചൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് പല കാരണങ്ങളുണ്ട് ആക്ച്വലി. ഇപ്പം ഞാനിപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ, ഈ കുട്ടികളുടെ കേസ് പറഞ്ഞല്ലോ, അവർക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ആക്ച്വലി ദേ വർ ചീറ്റഡ്, ഐ വിൽ സേ ദാറ്റ്. അതുകൊണ്ടാണ് നമുക്ക് അവരെ ഒന്ന് ആ രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നത്. ഇവരെ ഹെൽപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ മാർക്കറ്റിൽ ഒരുപാട് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇതിനൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽ സെറ്റ് നമുക്കുണ്ട്. വിസ ത്രൂ ആക്കാനുള്ള, നമുക്ക് വിസ റിജക്ഷൻസ് വരാറില്ല, അത് ത്രൂ ആക്കാനുള്ള ഒരു സ്കിൽ സെറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ആംഗിളിലേക്കും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ എങ്ങനത്തെ ഒരു കാൻഡിഡേറ്റ് വരുമ്പോഴാണ് ഈ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യുന്നത്? അല്ല, കാൻഡിഡേറ്റിനെക്കാളും ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എങ്ങനെ കൊടുക്കുന്നു, അതായത് നമ്മൾ ഈ കുട്ടികൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുന്നു, കോഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു, യൂണിവേഴ്സിറ്റിൻ്റെ ലൊക്കേഷനെ പറ്റി പറയുന്നു, അവിടെയുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി റിസർച്ച് ചെയ്യാൻ പറയുന്നു. ഈ രീതിയിലേക്ക് തന്നെ വേണം പ്രൈവറ്റും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നിങ്ങൾ പോകുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലാത്തൊരു കൺട്രിയിലേക്കാണ്, റൈറ്റ്? സോ അതിൻ്റെതായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സ്കില്ലിൻ്റെയും ലാംഗ്വേജിൻ്റെയും ഒക്കെ ഡിസഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാവും. നല്ല അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോകാൻ പാടില്ല, റൈറ്റ്? അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവാണ്, അതായത് അതിലേക്കും ഒരു അക്കാദമിക് പെർസ്പെക്റ്റീവാണ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം പ്രൈവറ്റിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ കേസ് ഇപ്പോൾ ബാക്കിയുള്ള കൺട്രീസ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ജർമ്മനിയും. മിക്കവാറും അവിടെ നടക്കുന്ന ഒരു സെയിൽസ് പെർസ്പെക്റ്റീവാണ്. ഇവിടെ എത്ര സ്കോളർഷിപ്പ് ഉണ്ട്, ഇവിടെ എത്ര ഇതുണ്ട്, അത് മാത്രമേ കൺസേൺ ആവുള്ളൂ. പക്ഷേ അത് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ സ്പെസിഫിക്കലി ആർക്കൊക്കെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ആരൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഏതൊക്കെ സിറ്റുവേഷനിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നോക്കണമെന്ന് നമ്മൾ പറയുമ്പം, ഒന്ന് ഡെഫിനറ്റ് ആയിട്ടും മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് സ്കില്ലുണ്ട്, അവർക്ക് ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻട്രി പോലെ ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അവർക്ക് നോക്കാം. ശരിയാണ്. രണ്ടാമത്തത് സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസ്, ലൈക്ക് മാനേജ്മെന്റ് പ്രോഗ്രാംസ്, നോൺ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ്. ഇപ്പോൾ ഇവിടെ ബാച്ചിലേഴ്സ് ചെയ്ത ഒരാൾ, ബാച്ചിലേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത ഒരാൾ, ആൾക്ക് മാനേജ്മെന്റിലേക്ക് സ്വിച്ച് ചെയ്യണം, ഡെഫിനറ്റ് ആയിട്ടും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ക്യാൻ ബി എ ഗുഡ് ഓപ്ഷൻ. ഡിസിഷൻ എടുക്കാൻ ടു ലേറ്റ് ആയാലും കുഴപ്പമില്ല, ലൈക്ക് ആ ഒരു ഡിസിഷനിലേക്ക് പോകാമല്ലോ. എക്സാക്ട്ലി. ഇപ്പോൾ പല ആൾക്കാരും MBA ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. MBA പ്രോഗ്രാം
പ്രോഗ്രാംസ് സ്പെസിഫിക് ആയിട്ട്. MBA പ്രോഗ്രാംസ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫ്രീ അല്ല, അത് പെയ്ഡാണ് കോഴ്സസ്, ഒരുവിധം എല്ലാ കോഴ്സസും. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഉറപ്പായിട്ടും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നോക്കാം. പ്രൈവറ്റ് നോക്കുന്ന സമയത്തേക്ക് ദേ ആർ ഗെറ്റിംഗ് എ ലാംഗ്വേജ് ലൊക്കേഷൻ അഡ്വാൻറ്റേജ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബെർലിൻ, മ്യൂണിക്, ഹാംബർഗ് പോലത്തെ മെയിൻ സിറ്റീസിലാണ്. അപ്പം നമ്മൾ നേരത്തെ ഈ പറഞ്ഞ റിമോട്ട് ലൊക്കേഷൻ്റെ പ്രശ്നങ്ങളും ജോബിൻ്റെ പ്രശ്നങ്ങളും ഒന്നും വരുന്നില്ല. ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ലാംഗ്വേജിൻ്റെ പ്രശ്നവും ഒരു പരിധി വരെ ഉണ്ടാവില്ല. പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് റിക്വയർ ലാംഗ്വേജ്. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജസിൽ ദേ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. റൈറ്റ്, ദാറ്റ് ഇസ് എ തിങ്. പിന്നെ ഈ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ടല്ലോ, സ്പെഷ്യലൈസേഷൻ വേണ്ട കോഴ്സസ് ലൈക്ക് സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ് പോലത്തെ കോഴ്സസ് ഇല്ലേ, അത് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. അപ്പോൾ ഇവിടെ ഒരു എമൗണ്ട് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു 4 to 5 years വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അവർക്ക് ഒരു എൻട്രി എന്നുള്ള രീതിയിൽ വേറൊരു കൺട്രി നോക്കുന്നുണ്ട്, റൈറ്റ്, അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ദം ഇറ്റ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഞാൻ പറയും വർക്കിംഗ് പ്രൊഫഷണൽസിന് ഒരു 3-4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മേ ബി വേണമെങ്കിൽ അവർക്ക് 1 year കോഴ്സ് കൊടുക്കാം, ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ക്രെഡിറ്റ്സ് ഇല്ലാത്തവർ, ഇപ്പോൾ കുറേ മെക്കാനിക്കൽ കാൻഡിഡേറ്റ്സ് വരുന്നവർക്ക് ഓട്ടോമൊബൈൽ സെക്ടറിലേക്ക് പോകാൻ പറയുന്നുണ്ട്, താല്പര്യമുണ്ട് അതിലേക്ക് മാസ്റ്റേഴ്സ് എടുത്താൽ. പക്ഷേ ചില സമയത്ത് ആ ക്രെഡിറ്റ്സ് ഇക്വലൻ്റ് ആയിട്ട് വരില്ല. പബ്ലിക് യൂണിവേഴ്സിറ്റി കേസ് നമുക്കറിയാം, ക്രെഡിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ബാച്ചിലേഴ്സിൻ്റെ ആണെങ്കിലും മാസ്റ്റേഴ്സിൻ്റെ കമ്പൈൻ ചെയ്യുമ്പോൾ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട്, അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടാത്ത കുറച്ചെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള കോഴ്സസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലുണ്ട്. ഈ ഓട്ടോമൊബൈൽ സെക്ടറിൽ, മെക്കാനിക്കൽ സെക്ടറിൽ, എഞ്ചിനീയറിംഗ് സെക്ടർ സ്പെസിഫിക്കലി ഈ റിന്യൂവബിൾ സൈഡിലേക്കൊക്കെ കുറേ ആൾക്കാർ റിന്യൂവബിളിൻ്റെയും സസ്റ്റൈനബിൾ എനർജീൻ്റെ ഒക്കെ കോഴ്സസ് ചോദിക്കാറുണ്ട്. അതൊക്കെ സ്പെസിഫിക് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ചൂസ് ഇറ്റ്. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്ന സമയത്തേക്ക് ദേ ഹാവ് ടു കൺസിഡർ ലോട്ട് ഓഫ് തിങ്സ്, റൈറ്റ്. എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പല യൂണിവേഴ്സിറ്റീസും ചിലപ്പോൾ സ്റ്റേറ്റ് റെക്കഗ്നീഷൻ, അതായത് ജർമ്മൻ സ്റ്റേറ്റ് റെക്കഗ്നീഷൻ പോലും ഉണ്ടാവില്ല. ദാറ്റ് ആക്ച്വലി യു ഹാവ് ടു വർക്ക്ഔട്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്തേക്ക് ഡെഫിനറ്റ്ലി ഫൈനാൻസ് ഒരു കൺസിഡറേഷൻ വരും. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, ഫൈനാൻഷ്യൽ കൺസിഡറേഷൻ വെച്ചിട്ട് ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്നിട്ടായിരിക്കണം നമ്മൾ ഈ റിസർച്ച് ഒക്കെ ചെയ്യേണ്ടത്. റൈറ്റ്, ഓക്കെ. അത് ഭയങ്കര സ്പെസിഫിക് ആയിരിക്കണം നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ. ലൊക്കേഷൻ ആണെങ്കിലും ആ യൂണിവേഴ്സിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ആ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കേസിൽ ഞാൻ പബ്ലിക്കിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും നിങ്ങളെ ജർമ്മനിയിൽ എത്തിക്കണം എന്നുള്ളത് എനിക്ക് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. നിങ്ങൾ അവിടെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കണം. റൈറ്റ്, അതിന് വളരെ സ്പെസിഫിക് ആയിട്ട് റിസർച്ച് ഇവിടുന്ന് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. വിൽ ഹെൽപ്പ് യു ഫോർ ദാറ്റ്. റൈറ്റ്, ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നിങ്ങളുടെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷനും നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. ഇതിലൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പറ്റുന്നത് നമുക്ക് വിസ റിജക്ഷൻസ് ക്ലോസ് ടു 0 ആണ്. ഈ ഒരു ഇൻടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ നോ വിസ റിജക്ഷൻസ്. ആ ഒരു കേസാണ് ഞാൻ പറയുന്നത്, ഇപ്പം അടുത്ത് പറയാൻ വേണ്ടി ചോദിച്ചത്. ആരും അറിയാത്തൊരു ഏരിയ വിസയുടെ കേസ്. എല്ലാവരും വിചാരിക്കുന്ന വിസ ഈ അഡ്മിഷൻ കിട്ടുന്നതാണ് ഏറ്റവും പാടുള്ളൊരു ഏരിയ. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്, വിസ കിട്ടാൻ എളുപ്പമാണ്, എല്ലാം കേട്ടത്. ശരിക്കും വിസ കിട്ടാൻ എളുപ്പമാണ് ശരിക്കും. ആ ഒരു ഇപ്പോൾ പ്രൈവറ്റിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും നമുക്ക് 2 കേസ് നോക്കാം. പബ്ലിക്കിൽ മാർക്ക് കിട്ടിയിട്ട് ഓഫ് ലെറ്റർ കിട്ടുന്ന ഒരു കാൻഡിഡേറ്റ്, പ്രൈവറ്റിൽ മാർക്ക് ഉണ്ട് എന്നാലും അവന് ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് എടുത്തിട്ട് ഓഫ് ലെറ്റർ കിട്ടുന്ന ആൾക്ക്. ഇവർ രണ്ടുപേരും ചെന്ന് എത്തുന്നത് ഒരു സെയിം ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു റീജിയനിലെ കോൺസുലേറ്റിലേക്കാണ്. അപ്പം അവർ നോക്കുന്നത് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വിസ പ്രോസസ്സിങ് ഏരിയ എന്ന് പറയുമ്പോൾ? ഈ ജർമ്മനിയുടെ വിസയുടെ കാര്യം പറയുമ്പം നമുക്ക് 1-2 കാര്യങ്ങൾ അതിലേക്ക് കൂട്ടി പറയേണ്ടത്. ഒരുപാട് സ്റ്റുഡൻസിന് ഇപ്പോഴുള്ള സംശയമാണ് ഇതിനൊരു വിസ ഇൻ്റർവ്യൂ ഉണ്ടോ എന്നുള്ളത്. ജർമ്മനിക്ക് വിസ ഇൻ്റർവ്യൂ ഇല്ല. നമ്മൾ VFSിലേക്കാണ് പോകേണ്ടത്. കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കൊച്ചി VFS ഓർ ബാംഗ്ലൂർ VFS. ബാംഗ്ലൂരാണ് നമ്മുടെ കോൺസുലേറ്റ് വരുന്നത്. റൈറ്റ്, നമ്മുടെ ഫയൽസ് ഒക്കെ പോകുന്നത് ബാംഗ്ലൂർ കോൺസുലേറ്റിലേക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത് കൊച്ചി VFS ഓർ ബാംഗ്ലൂർ. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ആണ്. അവിടെയുണ്ട് ലെറ്റർ ഓഫ് മോട്ടിവേഷൻ. അവിടെയാണ് ലെറ്റർ ഓഫ് മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ വിസ റിജക്ഷൻസിനുള്ള ഒരു മെയിൻ റീസൺ മോട്ടിവേഷൻ പ്രോപ്പർ അല്ലാത്തതാണ്. റൈറ്റ്, ഒരുപാട് സ്റ്റുഡൻസിന് വിസ റിജക്ഷൻ വരാനുള്ള മെയിൻ റീസൺ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് കിട്ടിയ ആൾക്കും 9 CGPA ഉള്ള ഒരാൾക്കും എല്ലാം പോകുന്നതും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ 50% വെച്ച് പോകുന്നതും ഒരേ വിസ ഓഫീസറുടെ അടുത്തേക്കാണ്. സോ ആ വിസ ഓഫീസർക്ക് കൺവിൻസിങ് ആയിരിക്കണം. നിങ്ങളുടെ മോട്ടിവേഷൻ വളരെ കൺവിൻസിങ് ആയിരിക്കണം. അപ്പം ആ മോട്ടിവേഷൻ എഴുതാൻ
വളരെ സ്പെസിഫിക് ആയിട്ടൊരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ BSc ഫിസിക്സ് പഠിച്ച ഒരാൾക്ക് ഗ്ലോബൽ മാനേജ്മെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക്. ഓക്കെ. അപ്പം ആ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ ഏറ്റവും അധികം റിജക്ഷൻസ് വരുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സമ്മർ ഇൻടേക്കിൽ 2024 സമ്മർ ഇൻടേക്കിലേക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് വിസ റിജക്റ്റ് ആയിട്ട് മോട്ടിവേഷൻ എഴുതാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ അടുത്ത് ഒരു 28-30 പേര് വന്നിട്ടുണ്ട്. മോട്ടിവേഷൻ എഴുതാൻ വേണ്ടിയിട്ട് മാത്രം. റൈറ്റ്. അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഇതാണ്. അവർ ഏതോ ഒരു കൺസൾട്ടൻസീൻ്റെ അടുത്ത് പോയി, കൺസൾട്ടൻസിയിൽ ഇത് കുഴപ്പമില്ല, ബാക്കിയുള്ള കൺട്രീസിലേക്ക് വിസ വെക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മോട്ടിവേഷൻ വെക്കുന്നു, റിജക്ഷൻ അടിച്ച് കൈ കൊടുക്കുന്നു. ഓക്കെ. റൈറ്റ്. ഇതിൽ നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് വിസ റിജക്ഷൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയുള്ള വിസ സ്ലോട്ട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം കൊച്ചിയിലാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും സ്ലോട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷോർട്ടേജ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു റിജക്ഷൻ അടിച്ച് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻടേക്കിലേക്ക് പിന്നെ കയറി പോവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ റിജക്ഷൻ ഇല്ലാതെ നോക്കുക എന്നുള്ളതായിരിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്. കാരണം നമ്മൾ അത്രയും വർക്ക് ചെയ്തതിൻ്റെ എന്ന് വെച്ചാൽ ഓഫർ ലെറ്റർ, അവിടുത്തെ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, ഈ കോഴ്സ് ഷോർട്ട് ലിസ്റ്റിംഗ്, അതിന് എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാം, IELTS പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വിസ നമുക്ക് റിജക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഭയങ്കര സങ്കടമാണ് കുറേ കുട്ടികളുടെ കേസ്. റീസെന്റ് എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് 3 പ്രാവശ്യം വിസ റിജക്റ്റ് ആയി. ആൻഡ് യു ഡോണ്ട് ബിലീവ് ആക്ച്വലി ആ കുട്ടിയുടെ അടുത്ത് നിന്ന് ആ കുട്ടിയുടെ കൺസൾട്ടൻസി ചാർജ് ചെയ്യുന്നത് 7.5 lakhs ആണ്. Seriously? 7.5 lakhs? Yeah, public university-ലേക്കുള്ള അഡ്മിഷൻ 7.5 lakhs. Okay. And then she came to me for writing the letter of motivation. I was like, what? അതായത് നമ്മൾ ഈ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒന്നല്ല പോകുന്നത്, ജർമ്മനിയിലേക്കല്ലേ. എനിക്ക് 7.5 lakh ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആൾക്ക് UK-ലെ വല്ല വേറെ എവിടെയും പോയി പഠിക്കാൻ ഒരു വർഷത്തെ ഫീസ്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ മോട്ടിവേഷൻ്റെ കേസ് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 1-2 കേസസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആളുണ്ടായിരുന്നു. ആൾക്കൊരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു US 4 പ്രാവശ്യം വിസ റിജക്റ്റ് ആയിട്ടുണ്ട്. ജർമ്മനിയിൽ 3 പ്രാവശ്യം വിസ റിജക്റ്റ് ആയിട്ടുണ്ട്. സ്റ്റിൽ വി വർ ഏബിൾ ടു ഗെറ്റ് ഹിം വിസ. റൈറ്റ്. ഇപ്പം ഇത്തവണ ഹാൻഡിൽ ചെയ്തൊരു കേസ് എല്ലാവരും പറയും IELTS ഒരു റോൾ ഉണ്ട് എന്നുള്ളത്. IELTS ഡെഫിനറ്റ്ലി ഇറ്റ് പ്ലേസ് എ റോൾ. പക്ഷേ വിത്ത് എ സ്ട്രോങ് മോട്ടിവേഷൻ, ഇഫ് യുവർ IELTS ഇസ് ലോ ഓൾസോ യു ക്യാൻ കവർ ദാറ്റ് അപ്പ്. വൈ? ബിക്കോസ് ഇത്തവണ എനിക്ക് ഒരു സ്റ്റുഡൻറ് ഉള്ളത്, ആൾക്ക് IELTS 5.5 ബാൻഡേ ഉള്ളൂ. ദാറ്റ് ഈസ് ജസ്റ്റ് മീറ്റിംഗ് ദ ക്രൈറ്റീരിയ ഓഫ് B2 വിസയുടെ ക്രൈറ്റീരിയ. ബട്ട് സ്റ്റിൽ ഹി ഗോട്ട് വിസ. ആൻഡ് ഒരു അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ he got the visa in 4 days. ഓക്കെ. 4 ദിവസം കൊണ്ട് ആളുടെ, ഞാൻ ആദ്യം വിചാരിച്ച റിജക്ഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രൊഫൈൽ. ആൾക്ക് ഓൾറെഡി MSc ഉണ്ട് ഇവിടെ, ഓൾറെഡി ഇവിടെ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞതാണ്, രണ്ടാമതൊരു മാസ്റ്റേഴ്സിനാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ വാട്ട് ഐ തോട്ട് ഇസ് ആക്ച്വലി ഇറ്റ് ക്യാൻ ബി എ റിജക്ഷൻ, ബട്ട് ഹി ഗോട്ട് വിസ. സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിസ റിജക്ഷൻസ് കമ്പാരിറ്റീവ്ലി നമുക്ക് ക്ലോസ് ടു 0 ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 100% വിസ സക്സസ് റേറ്റ്. അത് വളരെ ഒരു എന്നുവെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കേസാണ്. കാരണം ഇപ്പം ബാക്കിയുള്ള കൺട്രീസൊക്കെ പയ്യെ ക്ലോസ് ആയി വരുന്നുണ്ട്. ജർമ്മനി ഇപ്പോൾ നല്ല ഇൻടേക്ക് വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അവർ അതിനുള്ള ഇത് നോക്കും, ലൈക്ക് ജർമ്മനിയിലേക്കുള്ള ഇൻടേക്ക് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഓഫർ ലെറ്റേഴ്സിൻ്റെ കേസിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് വിസയുടെ കേസാണ് ചെയ്യാൻ പറ്റുക. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പം ചൈനനെ മറികടന്ന് ഇന്ത്യ ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ ഇൻടേക്ക് ഉള്ള സ്റ്റുഡൻസ് ആ കാറ്റഗറി വന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. സോ ഡെഫിനറ്റ്ലി വിസ റിജക്ഷൻസ് ആർ ഗോണ ഇൻക്രീസ് ഫോർ ഷുവർ. അപ്പം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് മോട്ടിവേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ദേ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് റിജക്ഷൻസ്. സി വിസ റിജക്ഷനെ പറ്റി പറയുമ്പം ഇതിന് പല കാരണങ്ങളുണ്ട് വിസ റിജക്ഷൻ വരാനുള്ള. ഒന്ന്, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഓൾറെഡി ഇവിടെ ഒരു മാസ്റ്റേഴ്സ് ഉള്ള ഒരാൾക്ക് രണ്ടാമത് ജർമ്മനിയിൽ ഒരു മാസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, വെദർ ഇറ്റ് ഇസ് എ പബ്ലിക് യൂണിവേഴ്സിറ്റി ഓർ എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, മോട്ടിവേഷൻ വളരെ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ റിജക്ട്. ഓക്കെ. റൈറ്റ്. രണ്ടാമത്തത് ചിലപ്പോൾ ഫൈനാൻഷ്യൽ കൺസിഡറേഷൻസ്. ഇപ്പം ബ്ലോക്ക്ഡ് അക്കൗണ്ട് പ്രോപ്പർ ആവാതിരിക്കുക, ഏതെങ്കിലും കേസിൽ ഡോക്യുമെന്റ്സ് മിസ്പ്ലേസ്ഡ് ആയി പോവുക, അങ്ങനെയാണെങ്കിൽ ദേ മേ ഗെറ്റ് എ വിസ റിജക്ഷൻ. ചില കേസസിൽ ഞാൻ IELTS ഒരു ക്രൈറ്റീരിയ ആയിട്ട് കണ്ടിട്ടുണ്ട്. റൈറ്റ്. അപ്പം ഇതെല്ലാം കവർ ചെയ്തിട്ട് വേണം നമ്മൾ മോട്ടിവേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് റിക്വയർസ് എ സ്പെസിഫിക് expertise that we can provide to our students. Okay. അപ്പം എന്തുകൊണ്ട് നമ്മൾ ജർമ്മനി ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും ലെറ്റർ ഓഫ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ അതൊരു ഫാക്ടറാണ് ആക്ച്വലി. വൈ ജർമ്മനി നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ദാറ്റ് ഈസ് എ ഫാക്ടർ ആക്ച്വലി. പക്ഷേ ആ ഒരു ഫാക്ടർ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് പറയാൻ പറ്റണം. ഇപ്പോൾ ഡാറ്റാ സയൻസിൽ ഓൾറെഡി ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണ്. റൈറ്റ്. ഞാൻ ഡാറ്റാ സയൻസിനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് വൈ ഡിഡ് ഐ ചൂസ് ജർമ്മനി ഫോർ ഡാറ്റാ സയൻസ്. ഓക്കെ. റൈറ്റ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് പറയാൻ പറ്റണം.
പിന്നെ ഈ കോഴ്സിനെ പറ്റിയിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട് എന്നുള്ളത് അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഓക്കെ. അപ്പം സാധാരണ രീതിയിൽ ഞാൻ ഈ നോർമലായിട്ട് സ്റ്റുഡൻസ് എഴുതിയ മോട്ടിവേഷൻ ജർമ്മനീനെ പറ്റിയിട്ടൊരു വലിയ കഥ എഴുതിയിട്ടുണ്ടാവും, യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടൊരു കഥ എഴുതിയിട്ടുണ്ടാവും, ഇവർ 10ാം ക്ലാസ് ഐ മീൻ 10th തൊട്ടിട്ട് ഡിഗ്രി വരെ വന്നൊരു വലിയ കഥ എഴുതിയിട്ടുണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആ കോഴ്സിനെ പറ്റിയിട്ടുള്ളത് അതിൽ മിസ്സിംഗ് ആയിരിക്കും, ഉറപ്പായിട്ടും റിജക്ഷൻ വരും. സോ ഇതിനൊരു സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ട്. ഡാഡ് പറയുന്ന ഒരു സ്പെസിഫിക് ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം നമ്മളത് മെൻഷൻ ചെയ്ത് വരേണ്ടത്. ഓക്കെ. സോ ജർമ്മനിയുടെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫൈൽസാണ്. കാരണം ജർമ്മൻ രാജ്യത്ത് നമുക്കറിയാം മെക്കാനിക്കൽ കമ്പനി കോർ കമ്പനീസ് മൊത്തം ഈ പറയുന്ന ഓട്ടോമൊബൈൽ സെക്ടറാണെങ്കിൽ എല്ലാം ജർമ്മനിയിലാണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ എന്തുമാത്രം പോസിബിലിറ്റീസ് ആണ് ഉള്ളത്? ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഓക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്പെസിഫിക്കലി എല്ലാവരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമ്മുടെ നാട്ടിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ മാസ്റ്റേഴ്സ് കിട്ടണം. അല്ലെങ്കിൽ അധികം ആൾക്കാരും ചോദിക്കുന്നത് ഒന്ന് ഓട്ടോമൊബൈൽ സൈഡിലേക്ക്. ഇത് രണ്ടും നല്ല ടാസ്ക്കാണ്. ഓക്കെ. എന്താണെന്ന് വെച്ചാൽ ആസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആകെ 4-5 യൂണിവേഴ്സിറ്റീസിൽ ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് കൊടുക്കുന്നുള്ളൂ. ഒന്ന് കൈസർസ്ലാട്ടൺ ആണ്. അവിടെയാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് 80% എനിക്ക് തോന്നുന്നു 80% ഡിസ്റ്റിങ്ഷൻ വിത്ത് പിന്നെ 3 years വർക്ക് എക്സ്പീരിയൻസ് വേണ്ടത്. ദെൻ ലുബക്കിൽ വരുന്നത്, ലുബക്കിലും ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. അതെ, PG ഡിപ്ലോമ ചോദിക്കുന്നുണ്ട്, മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റില്ല, ക്രെഡിറ്റ്സ് ഇല്ലാത്തതുകൊണ്ട്. ദെൻ ഐ തിങ്ക് വരുന്നുണ്ട്. TUHL ഈവൻ വിത്ത് 9.7 CGPA KTU തന്നെ റിജക്ഷൻ വന്നിട്ടുള്ള കോഴ്സസ് ആണ്. റൈറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു റൈൻവാളിൽ ഒരു മെക്കാനിക്കൽ അതിന് പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് GRE വേണം, അങ്ങനത്തെ കേസസ് വരുന്നുണ്ട്. പിന്നെ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരുടെയും വിചാരം എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ഹെഡ് ആയിട്ടുള്ള രാജ്യത്ത് മെക്കാനിക്കൽ കോഴ്സ് കിട്ടാൻ എളുപ്പമാണെന്നല്ലേ വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് കിട്ടാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ, കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ വെൻ കംസ് ടു ഓട്ടോമൊബൈൽ സെക്ഷൻ, ഓട്ടോമൊബൈൽ സ്പെസിഫിക്കലി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ 4-5 കോഴ്സസേ ഉള്ളൂ. ഓക്കെ. ഡ്യൂസ്ബർഗ് എസ്സനിലാണോ എസ്ലിംഗിലാണോ അതൊരു 9 above CGPA ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ആൻഡ് ദെൻ യു ഹാവ് ഇൻ യുവർ ഇംഗോൾസ്റ്റാറ്റ്. ഇംഗോൾസ്റ്റാറ്റിൽ യു ഓൾസോ ഹാവ് ട്രൈഡ്, റൈറ്റ്? 9ന്റെ പ്രൊഫൈല് ജർമ്മൻ ഗ്രേഡ് ഇസ് 1.8 CGPA ആണ്. ആൻഡ് യു ഗോട്ട് എ റിജക്ഷൻ. അതിന്റെ റീസൺ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? GRE ഒരു റീസൺ ആയിരുന്നു. പിന്നെ പർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ്സ് വാലിഡേറ്റ് ആക്കാൻ പറ്റിയില്ല. ആൻഡ് ഐ തിങ്ക് എക്സ്പീരിയൻസ് കൂടി വേണം. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായി മാത്രമേ കുറച്ച് ബൂസ്റ്റപ്പ് ആക്കി കിട്ടുള്ളൂ. സോ അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം ഇംഗ്ലോസ്റ്റാറ്റ് എന്നൊരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ BNVയുടെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഒക്കെ ഉള്ള ടെസ്റ്റിംഗ് അറീന ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അത്രയും കോമ്പറ്റീഷൻ വരുന്നുണ്ട്. ഇപ്പോൾ മെക്കാനിക്കൽ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ കറൻറ്റ്ലി കിട്ടിയേക്കുന്ന TU ഫ്രൈബർഗിലെ മെക്കാനിക്കൽ പ്രോസസ് എഞ്ചിനീയറിംഗ് ആണ്. അതിന് പോലും അത് മാനുവലി NC ആണ്. മാനുവലി NC നോൺ NC നമ്മുടെ കുറച്ചുകൂടി ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണ്. പക്ഷേ NC പ്രോഗ്രാംസ് കുറച്ചുകൂടി കിട്ടാൻ കോമ്പറ്റീഷൻ കൂടുതലാണ്. അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, കിട്ടാൻ പാടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ ആസ്പെക്റ്റിൽ ഒരു പ്രൊഫൈൽ വരുമ്പം പോസിബിലിറ്റി ഉണ്ട്, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ. ആക്ച്വലി നമ്മൾ ഇതിൽ സ്റ്റുഡൻറ്റിന് പ്രോപ്പർ അവയർനെസ് വേണം. നമ്മൾ ഈ പറഞ്ഞത് വെച്ചിട്ട് സ്റ്റുഡൻറ്റ് അയ്യോ എനിക്ക് പോകാൻ പറ്റില്ലേ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് ആയിട്ടുള്ള കോഴ്സസ് ലൈക്ക് മേ ബി മാനുഫാക്ചറിങ്, മെറ്റീരിയൽ സയൻസ്, അങ്ങനെയുള്ള മെക്കട്രോണിക്സ്, അങ്ങനെയുള്ള കോഴ്സുകൾ ഉറപ്പായിട്ട് അവർക്ക് ട്രൈ ചെയ്യാം. രണ്ടാമത്തത് അവർക്ക് മാർക്ക് കുറച്ച് കുറവാണ്, ഒരു 70-യും 80-യും ഇടയിലാണ് CGPA എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ചാൻസസ് ആർ കമ്പാരിറ്റീവ്ലി എ ബിറ്റ് സ്ലിം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് അവർ ചെയ്യേണ്ടത് IELTSൽ സ്പെസിഫിക് ഒരു 7 above CGPA, 7 above ബാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. രണ്ടാമത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക. ഒരു B1 B1 പ്രൊഫിഷ്യൻസി എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദെയർ ഓപ്ഷൻസ് ആർ ഗോൺ ഡബിൾ. ലൈക്ക് സ്പെസിഫിക്കലി എനിക്ക് തോന്നുന്നു ഇപ്പം KIT ഉള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ആഹനിലുള്ള FH ആഹനിലുള്ള RWTH അല്ല FH ആഹനിലുള്ള കോഴ്സസ്, അതിനൊക്കെ ജർമ്മൻ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. പിന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ് ആൻഡ് ലെറ്റർ ഓഫ് മോട്ടിവേഷൻസ് ദേ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. വളരെ സ്പെസിഫിക് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യണം. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്യും. സോ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ അല്ല, പക്ഷേ ദർ ആർ സം പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഫോർ ദ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ടു ഗെറ്റ് ഇൻ ടു ഡയറക്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് കോഴ്സസിലേക്ക് ഗെറ്റ് ഇൻ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ജർമ്മനിയുടെ പേര് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്നത് എഞ്ചിനീയറിംഗ് ആണ്, എഞ്ചിനീയേഴ്സ് ആണ്. കാരണം വെൽ നോൺ കൺട്രിയാണ് എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് നമ്മൾ നോക്കുമ്പോൾ. വലിയ വലിയ MNCs ആയിട്ടുള്ള ബോഷ് പോലത്തെ കമ്പനീസ്, BNV അല്ലെങ്കിൽ ബെൻസ് എല്ലാം മൾട്ടി കമ്പനീസ് മൊത്തം അവിടെയാണ്. പക്ഷേ ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ് എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഫീൽഡ്. ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി കുറേ എൻക്വയറീസ് വരുന്നുണ്ട്, MBBS BDS കുറേ ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഈ ജർമ്മനി എന്നൊരു കൺട്രിക്ക്
ഇൻപുട്ട് നടക്കാൻ പറ്റുക എന്ന് വെച്ചാൽ എങ്ങനെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ആ ഒരു ഏരിയ? ഈ അതിപ്പം റീസെൻ്റായിട്ട് നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റുഡൻറ്റ് MBBS എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു അനാലിസിസ് എന്തൊക്കെയാണ് ഇവിടെ പോസിബിലിറ്റി എന്നുള്ളത് നോക്കിയപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഇവർക്കൊരു സ്പെസിഫിക് പെയിൻ പോയിൻ്റ് ഉണ്ട് ഇവിടെ MBBS കഴിഞ്ഞ ആൾക്കാർക്ക്. ഓക്കെ. എന്താണെന്ന് വെച്ചാൽ 5 വർഷം MBBS പഠിക്കാൻ വേണം. അത്യാവശ്യം നല്ല ടഫായിട്ടുള്ളൊരു കരിക്കുലാണ്. അത് കഴിഞ്ഞിട്ട് MDൻ്റെ സീറ്റ് എന്തായാലും ചെയ്യണം. ഇവിടെ സീറ്റ്സ് ലിമിറ്റഡ് ആണ്, കിട്ടുന്നില്ല. പിന്നെ MBBS കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ദേ ആർ വെരി മച്ച് അണ്ടർ പെയ്ഡ്. നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ വെരി മച്ച് അണ്ടർ പെയ്ഡ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഡെഫിനറ്റ്ലി ദേ ആർ വെരി മച്ച് അണ്ടർ പെയ്ഡ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഡോക്ടേഴ്സ് ഒക്കെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ നോക്കുന്നത്. ഇപ്പം UKയും USA പിന്നെ ഓസ്ട്രേലിയ ഒക്കെ ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്. പക്ഷേ അവിടേക്കൊന്നുള്ള ആക്സസ് അത്ര എളുപ്പമല്ല. ഓക്കെ. UK-ലേക്കാണെങ്കിൽ പ്ലാബ് എക്സാം എഴുതണം, വിച്ച് ഇസ് നോട്ട് ദാറ്റ് ഈസി. US ആണെങ്കിൽ USMLE വേണം. ഓസ്ട്രേലിയ ദേ ഹാവ് ദെയർ ഓൺ സെപ്പറേറ്റ് എക്സാമിനേഷൻസ്. ഓക്കെ, ഇതൊക്കെ ഒരു ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ് ആക്ച്വലി. ശരിക്കും പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കൺട്രികളിലൊന്നാണ് ജർമ്മനി. ഓക്കെ. പ്രൊവൈഡഡ് they can break the barrier of language. റൈറ്റ്. അവർക്ക് അവരുടേതായിട്ടുള്ള എക്സാംസ് ഉണ്ട്, ലൈക്ക് FSP KP പോലത്തെ എക്സാംസ് ഉണ്ട്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ പ്രാക്ടീസ് ഓവർ ദർ. ഓക്കെ. നമ്മുടെ ഡിഗ്രി വെച്ചിട്ട് ദേ ക്യാൻ പ്രാക്ടീസ് ഓവർ ദർ. ഓക്കെ. റൈറ്റ്. അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമുള്ള വഴികൾ ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കുന്നത് ആക്ച്വലി. ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഡോക്ടേഴ്സിനും മാസ്റ്റേഴ്സ് ചെയ്യാം. ഓക്കെ. Recently we had a student, actually we had a doctor, I'll say. His name is Dr. Shambhunath. Okay. Shambhunath Mohan. Actually we were able to get him 3 offer letters. That too from prestigious public universities. അതിൽ തന്നെ I think he is going to LMU. LMUൽ he got a scholarship of somewhere around 6,000 euros plus flight tickets covered. ഓക്കെ. അപ്പം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ എളുപ്പമുള്ളൊരു വഴിയാണ്. അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈവൻ ശംഭുനാഥ് മോഹൻ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളടുത്തേക്ക് വരുന്നതിന് മുമ്പ് ഹി ഹാവ് ബീൻ ടു മെനി കൺസൾട്ടൻസീസ്. അവിടെ നിന്നൊക്കെ ആൾക്ക് കിട്ടിയിട്ടുള്ള ഒരു റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് കോഴ്സസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് നമ്മൾ ചെയ്യില്ല സ്പെസിഫിക് ആയിട്ട്. സെയിം റൊട്ടീൻ തന്നെ ഫോളോ ചെയ്യുന്നോണ്ടാന്ന് തോന്നുന്നു. അതെ. ഇതാരും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. റൈറ്റ്. അപ്പം ഹി വാസ് ഓൾസോ ഇൻ എ മൈൻഡ് സെറ്റ് ടു ഗോ ഫോർ എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. അങ്ങനെയാണ് ആൾക്കുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞു നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, വാട്ട് ആർ ദ പോസിബിലിറ്റീസ്. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്തപ്പോഴാണ് വി വർ ഏബിൾ ടു എക്സ്പ്ലോർ എ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആക്ച്വലി. സോ ഇത് MBBS കഴിഞ്ഞവർക്ക് മാത്രമല്ല, MBBS കഴിഞ്ഞവർക്കും BDS കഴിഞ്ഞവർക്കും BHMS കഴിഞ്ഞവർക്കും ഒക്കെ ഈ ഒരു ഫീൽഡ്സ് നമുക്ക് പോസിബിൾ ആണ്. പക്ഷേ പ്രൊവൈഡഡ് ഡോക്ടേഴ്സ്, ഇപ്പം ഇങ്ങനെ ഒരു കേസിൽ ഡോക്ടേഴ്സ് അങ്ങനെ ഒരു മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഡു ദെയർ പ്രോപ്പർ റിസർച്ച്. ശരിക്കും ജർമ്മനിയിൽ ഈ മെഡിക്കൽ ഫീൽഡ് പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ BDS കേസ് ഒക്കെ വരുമ്പം ഷോർട്ടേജ് ലിസ്റ്റിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. അതെ, അവിടെ ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജിൽ വരുന്നതാണ്. ഓക്കെ. അവർ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലോങ് വർക്കിംഗ് ഹവേഴ്സ് ആണ്. റൈറ്റ്. ഇപ്പം എനിക്ക് തോന്നുന്നു അവരുടെ ഹൗസ് സർജൻസിൻ്റെ ഭാഗമായിട്ട് അവർ മെഡിക്കൽ കോളേജസിലൊക്കെ ആണെങ്കിൽ പെർ ഡേ ദേ വിൽ ഹാവ് ടു ഹാൻഡിൽ ലൈക്ക് സംവെയർ അറൗണ്ട് 150 to 200 പേഷ്യൻസ്. ഓക്കെ. വിച്ച് ഈസ് ലൈക്ക് പിന്നെ അത് മാത്രമല്ല അവരുടെ ഒരു ലൈഫ് ഓരോ മൊമെന്റിലും ദേ ഹാവ് ടു മേക്ക് ഡിസിഷൻസ്. മനസ്സിലായി. ആൻഡ് ദെയർ ഡിസിഷൻ ഒന്ന് പാളി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കേസിൽ അവർക്ക് ആ ഒരു റെസ്പെക്റ്റും കിട്ടുന്നില്ല. അണ്ടർപെയ്ഡ് ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്തേക്ക് ഇപ്പോൾ ജർമ്മനിയുടെ കേസിൽ ഒരു ഡോക്ടർ എനിക്ക് തോന്നുന്നു ഹാർഡ്ലി, ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്തേക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഹാർഡ്ലി ഒരു ദിവസം അവർ 8 പേഷ്യൻറ്റിനെ നോക്കുമായിരിക്കും. ഒരു പേഷ്യൻറ്റിനെ ഡയഗ്നൈസ് ചെയ്യാനുള്ള ടൈം ഏകദേശം 1 hour ആണ്. ഓക്കെ. റൈറ്റ്. അപ്പോൾ ലിവിങ് സ്റ്റാൻഡേർഡ്സ് വളരെ കൂടുതലാണ്. ആൻഡ് അഗെയിൻ ദ സാലറി വൈസ് ദേ ആർ നോക്കിങ്, അത് ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ ആക്ച്വലി ഡോക്ടേഴ്സിന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലുണ്ട്. പക്ഷേ അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്കിൽ സെറ്റ് വേണം. ഇപ്പം ഞാൻ ശംഭുനാഥിൻ്റെ കേസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഓഫർ ലെറ്റർ കിട്ടാൻ അവിടെയും ക്രൂഷ്യൽ പാർട്ട് പ്ലേ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ആണ്. ഈവൻ സ്കോളർഷിപ്പ് ആണെങ്കിലും. ഓക്കെ. അത് ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ത്രൂ ആണ് സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുന്നത്. അതെ. പിന്നെ ഡോക്ടേഴ്സ് അങ്ങനെ, അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് ജർമ്മനിയിലേക്ക് നോക്കുന്ന ഡോക്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവർ ആക്ച്വലി പ്ലാനിങ് 1 വർഷം മുമ്പേ തുടങ്ങണം. അതായത് ഇവർക്കുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അധിക കോഴ്സസും ഏകദേശം ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ഓപ്പൺ ആവും. അതായത് 2025 വിൻ്റർ ഇൻടേക്കിലേക്ക് അവർക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2024 ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തേക്ക് കോഴ്സസ് ഓപ്പൺ ആവും. സോ ആ ഒരു സമയത്തേക്ക് നമുക്ക് അതിനൊരു ഏർലി ബേർഡ് അഡ്വാൻറ്റേജും ഉണ്ട്. അതായത് ഫസ്റ്റ് കംസ് ഫസ്റ്റ് സെർവ് ബേസിസിൽ കുറേ യൂണിവേഴ്സിറ്റീസ് അഡ്മിഷൻ കൊടുക്കാറുണ്ട് ആക്ച്വലി. ഇദ്ദേഹത്തിന് നമ്മൾ ആക്ച്വലി എല്ലാ അഡ്മിഷൻസും ആദ്യം തന്നെ ഇടാൻ പറ്റിയത് കൊണ്ടാണ് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റിയത്.
പക്ഷേ പ്രൊവൈഡഡ് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും സീറ്റ്സിൻ്റെ എണ്ണം ലിമിറ്റഡ് ആണ്. സോ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മളത് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ആ ഒരു കേസിൻ്റെ ഡോക്ടേഴ്സിൻ്റെ കേസ് വരുമ്പോൾ അതിപ്പം ഇപ്പം പറഞ്ഞ പോലെ നമുക്കിപ്പോൾ BDSൻ്റെ കേസിലും ഈ പറയുന്ന ഈ MBBSൻ്റെ കേസിലും പിന്നെ അതല്ലാണ്ട് കുറേ പാരാമെഡിക്കൽ കേസസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിസിയോ അങ്ങനത്തെ അവർക്ക് എന്തായിരിക്കും, അവർക്കും ഈ റിലേറ്റഡ് ഏരിയയിലേക്കും എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഫിസിയോതെറാപ്പിക്കൊക്കെ വിൻ്റർ സെമിസ്റ്ററിലേക്ക് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് അഗൈൻ അത് കുറച്ച് ലിമിറ്റഡ് ആണ്. ഒരുപാട് അങ്ങനെ ഓപ്ഷൻസ് ഇല്ല. അവരൊക്കെ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആരാണ് ജർമ്മനി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ. ലാംഗ്വേജ് അവർ പഠിക്കുക തന്നെ വേണം. ആൻഡ് ദേ ഷുഡ് ഹാവ് എ ബാക്കപ്പ് ഓപ്ഷൻ. ഇൻ ദ വേസ്റ്റ് കേസ് പബ്ലിക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് എ വെരി സ്ട്രോങ് ബാക്കപ്പ് ഓപ്ഷൻ വിത്ത് എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. റൈറ്റ്. സോ ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ, ഇപ്പം പഠിത്തമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ +2 കഴിഞ്ഞ ആൾക്കാരൊക്കെ ആയിരിക്കും, ബാച്ചിലേഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് എന്ത് മെസ്സേജാണ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അവർക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സാണ് അവർ അറിയേണ്ടത്, എന്തൊക്കെയാണ് അവർ പ്രിപ്പയർഡ് ആവുന്നത് പോകുമ്പോൾ? ജർമ്മനി സ്പെസിഫിക് ആയിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ വെദർ ഇറ്റ് ഇസ് എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഓർ എ പബ്ലിക് യൂണിവേഴ്സിറ്റി, ഏത് കോഴ്സും ആയിക്കോട്ടെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു സ്വർഗ്ഗരാജ്യമാണ് എന്നുള്ള ചിന്തയിൽ ആരും പോകരുത്. ഓക്കെ. അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ലാംഗ്വേജ് ഈസ് ഗോണ ബി എ ബാരിയർ. ഓക്കെ. ഒരു ഫ്യൂച്ചറിസ്റ്റിക്കലി നമ്മുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം. സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ലാംഗ്വേജ് ഉറപ്പായിട്ടും പഠിക്കുക. പിന്നെ നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നിങ്ങൾ നടത്തുക. ഒരു കൺസൾട്ടൻസിയിലേക്കും പോവാതെ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ റിസർച്ച് നടത്തുക. നിങ്ങളൊരു കൺസൾട്ടൻസീനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തേക്ക് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഓൺ പാർ വിത്ത് ദം. അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോളജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ അതുകൊണ്ടാണ് പല സ്റ്റുഡൻസിനും നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ സിറ്റുവേഷൻസ് വരാൻ കാരണം ഈ റിസർച്ച് ഒന്നും ചെയ്യാതെ കൺസൾട്ടൻസീസിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ടാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഫ്യൂച്ചർ. ഇത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. അപ്പം ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കൺസൾട്ടൻസിനെ ഇത് ഏൽപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട പോസിബിലിറ്റി ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് എന്തൊക്കെ ഫാക്ടേഴ്സാണ്. ടൈം ഡെഫിനറ്റ്ലി ഒരു ഫാക്ടറാണ്. റൈറ്റ്. ഒറ്റയ്ക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കേസിൽ പാളിപ്പോവുകയാണെങ്കിൽ വി ആർ ഗോണ മിസ് ഔട്ട് ആൻ ഇൻടേക്ക്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റേക്ക് എത്രയാണെന്ന്, മേ ബി റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇഫ് യു ആർ പേയിങ് സം മണി ടു ദ കൺസൾട്ടൻസി, അത്രയും എമൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം വേർത്താണോ? ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, പ്രൊഫൈൽ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ, സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തണം. പിന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന കൺസൾട്ടൻസിക്ക് ഇതിനെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ റിസർച്ച് ചെയ്തിട്ട് മാത്രമേ ആരെയാണെങ്കിലും സമീപിക്കാൻ പാടുള്ളൂ. ബേസിക്കലി നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്, അല്ല കൺസൾട്ടൻസി. എക്സാക്ട്ലി. ഇവിടെ വന്നിട്ട് കൺസൾട്ടൻസീസ് ഒന്നും അവിടെ വന്നിട്ട് നിങ്ങളെ ഒരു ഹെൽപ്പ് ചെയ്യാനും പോകുന്നില്ല. പിന്നെ ഈ ഒരു ആവശ്യമില്ലാത്ത തള്ളിമറക്കലുകളിൽ വീഴാതിരിക്കുക. അവിടെ പോയിട്ട് അക്കോമഡേഷൻ റെഡിയാക്കി തരാം, പാർട്ട് ടൈം റെഡിയാക്കി തരാം, അതൊക്കെ മോഹന വാഗ്ദാനങ്ങളാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് അക്കാദമിക് പെർസ്പെക്റ്റീവിൽ മാത്രമാണ്. അത് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ആൻഡ് പാർട്ട് ടൈം ദാറ്റ്സ് ഓൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഈസി. റൈറ്റ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു അഡ്വാൻറ്റേജ് പബ്ലിക് യൂണിവേഴ്സിറ്റി നമ്മൾ നോക്കുന്ന സമയത്തേക്ക് വെൻ കമ്പയർഡ് ടു അതർ കൺട്രീസ് യു ആർ ഡെഫിനറ്റ്ലി ഗോണ സേവ് സംവെയർ അറൗണ്ട് 15 to 20 lakhs. സോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ പ്രോസസ്സിൽ ഉണ്ടാവും. അത് നാവിഗേറ്റ് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആയിരിക്കണം. റൈറ്റ്. അങ്ങനെ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ ജർമ്മനിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനി യു ഡെഫിനറ്റ്ലി ഗെറ്റ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ലാൻഡാണത്. ജർമ്മനിയുടെ എക്കണോമി നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു എക്കണോമിക് ഇത് നോക്കുകയാണെങ്കിൽ വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കണോമിയാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കണോമിയാണ്. അവരുടെ ഇൻഡസ്ട്രിയൽ സെക്ടറും സർവീസ് സെക്ടറും ഒരേപോലെ സ്ട്രോങ് ആണ്. അപ്പം ഏതൊരു ജോബ്സിനാണെങ്കിലും അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് ദേ ഡെഫിനറ്റ്ലി റിക്വയർ പീപ്പിൾ. നേരത്തെ പറഞ്ഞ പോലെ 17 million ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ 17 millionൽ ഒരാളാവാൻ നിങ്ങൾക്ക് അതിനുള്ള സ്കിൽ സെറ്റ് നിങ്ങളുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സോ യു ഹാവ് ടു പ്ലാൻ ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്. സോ ആ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ തന്നെ നമ്മൾ തന്നെ. അതെ നമ്മൾ തന്നെ മുൻകൂട്ടി നിൽക്കേണ്ടി വരും. എക്സാക്ട്ലി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.